ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സേതുവും അതുപോലെ പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്കാണ് നമ്മുടെ ഹരി കയറി വരുന്നത്. അപ്പോൾ പല്ലവി സേതുവിനെ പറഞ്ഞു സമാധാനിപ്പിക്കുകയാണ്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ, അത് അമ്മ മനസ്സിലാക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. സേതുവേട്ടൻ ഇവിടെ ഉണ്ടായേ പറ്റുമെന്ന് പല്ലവി തറപ്പിച്ചു പറയും. അപ്പോഴേക്ക് ഹരി അവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പം സേതു തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയെ കണ്ടു. പോകാൻ പോവാണെന്ന് അത്രേ നിന്റെ സേതുവേട്ടൻ. ഈ താടിയും മീശയൊക്കെ ഉള്ളൂ, ഒട്ടും ബലമില്ല മനസ്സിനെന്ന് പല്ലവി ഹരിയോട് പറയുക. അത് കേട്ടപ്പോഴും സേതുവിൻ്റെ മുഖം വല്ലാണ്ടായിട്ടിരിക്കുക. മരിച്ചുപോയ അച്ഛനൊരു ജോലി ഏൽപ്പിച്ചു, അത് ഭംഗിയായി ചെയ്ത് തീർക്കണമെങ്കിൽ ഇവിടെ നിന്നാലേ പറ്റുമെന്നുള്ള കാര്യവും പല്ലവി പറയുക. അതിന് തയ്യാറാവാതെ പോവുകയാണത്രേ. സേതുവേട്ടൻ ഇറങ്ങിയ ഞാനും ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും, നോക്കിക്കോളാൻ പറഞ്ഞു പല്ലവി. സേതു ആകെ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ ചേച്ചി മാത്രമല്ല, ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും, കൂടെ അച്ചു ഇറങ്ങുമെന്ന് പറഞ്ഞു ഹരി. നിങ്ങൾ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടൻ കാണിക്കുന്നതേ ശുദ്ധ മണ്ടത്തരവാ. അറിയാലോ, ഋതുവും സ്വാതിയും അവര് ഈ വീട് വരെ വിൽക്കും, അങ്ങനെയുള്ളവരാണെന്ന കാര്യം പറഞ്ഞ് നാട്ടുകാരെന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? എല്ലാം നോക്കി നടത്താൻ വന്ന സേതുമാധവനാ അതൊക്കെ ചെയ്തതെന്ന്. എന്താ അതൊക്കെ കേൾക്കണോ? അപ്പോഴും കുറ്റം സേതുവേട്ടൻ കേൾക്കേണ്ടി വരും, മനസ്സിലായോ? അതിന് തയ്യാറാണോ സേതുവേട്ടൻ? അതിന് പറ്റുമെങ്കിൽ സേതുവേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ദേ ഈ ബാഗ് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയൂ കേട്ടോ. പോകുന്നില്ല എങ്ങോട്ടും, ഇവിടെ നിൽക്കും, ഈ വീട്ടിൽ തന്നെ നിൽക്കും. എന്താ എൻ്റെ ഒപ്പം നിൽക്കും, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. സേതു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി. സേതുവിനാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. സേതു നട്ടി ബാഗിലും പിടിച്ച് അവിടെ പോയി അങ്ങനെ ഇരിക്കുക. ഹരിയും പല്ലവിയും കൂടെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. സേതു ആണെങ്കിൽ 1000 ചിന്തയായിട്ട് അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ചുവും ഹരിയും പല്ലവിയും അതുപോലെ സേതുവൊക്കെ ഇരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ട് നമ്മുടെ ബേബി ചേച്ചി വന്നു ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുക്കനും പെണ്ണും വിരുന്നിനൊക്കെ പോകേണ്ട സമയമാണ്, ബന്ധുക്കളില്ലാത്തത് കൊണ്ട് എങ്ങോട്ടും പോകേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ ഈ ബേബി ചേച്ചി പറഞ്ഞപ്പോൾ, എന്തിനാ പോകുന്നത്, ബേബി ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ പല്ലവി. അപ്പോൾ അത് ശരിയാണെന്ന് സേതു. വെറുതെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ഹരി. അപ്പോൾ വേറെ ജോലിക്ക് എന്തിനാ പോകുന്നത്, അറിയാവുന്ന പണിയെടുത്താൽ പോരെ, ഓട്ടോ എന്ന് അച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, ഓട്ടോ ഓടിക്കുന്നതേ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ അങ്ങനെ ചെയ്ത പൊന്നുമടങ്കാർക്ക് അതൊരു വല്ലാത്ത നാണക്കേടാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ശരിയാ, അത് നാണക്കേടാണെന്ന് ബേബി ചേച്ചി പറഞ്ഞു. ഓട്ടോ വേണ്ട, ടെക്സ്റ്റൈൽസിലോ മറ്റോ പണിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും ശരിയാവത്തില്ല, ഋതുവിന് അല്ലെങ്കിൽ തന്നെ ഹരിയെ ഇഷ്ടമല്ല, ടെക്സ്റ്റൈൽസിൽ ചെന്നാലേ ആ ദേഷ്യം അവൾ അവിടെ തീർക്കത്തേ ഉള്ളെന്ന കാര്യം നമ്മുടെ പല്ലവി അന്നേരം പറഞ്ഞു. ഓട്ടോ ഓടിക്കുന്നതിൽ ഇപ്പം എന്താ തെറ്റിയിരിക്കുന്നത്, പിടിച്ചു പറിക്കാനായിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്, ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് നമ്മുടെ പല്ലവി പറയുമ്പം അത് ശരിയാണെന്ന് ബേബി ചേച്ചിയും പറഞ്ഞു. അതിനൊരു അഭിമാനക്കുറവ് നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. സേതുവിന് എന്ത് പറയുന്നു എന്ന് പല്ലവി ചോദിച്ചപ്പോൾ പല്ലവിയുടെ അഭിപ്രായം തന്നെ എനിക്കും ഉള്ളതെന്ന് സേതുവും പറയാം. നന്നായിട്ട് ഓട്ടോ ഓടിയ 1000 രൂപ വരെ ഒരു ദിവസം ഉണ്ടാക്കത്തില്ലേ എന്ന് ചോദിച്ചു. അത്രയും രൂപ കിട്ടുന്ന വേറെ ഏത് ജോലിയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓട്ടോ മതി, എനിക്ക് ഒരു നാണക്കേടും ഇല്ല എന്ന് നമ്മുടെ അച്ചു പറയൂ കേട്ടോ. അങ്ങനെ അവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ഋതികയും അതുപോലെ സ്വാതിയും കൂടി വരിക. അവളുമാർ രണ്ടും കൂടെ വന്നിട്ട്, അല്ല സ്വാതി, അതെ കല്യാണം കഴിഞ്ഞ ചെറുക്കനെയും പെണ്ണിനെയും ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെന്താ അച്ചുവിൻ്റെ കാര്യത്തിൽ നടക്കാത്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഹരിയെ കളിയാക്കുക. അപ്പോൾ ഹരിയെ കളിയാക്കുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആ സമയത്ത് അതറിഞ്ഞൂടെ, ചെറുക്കന് വീടും കൂടിയൊന്നും ഇല്ലാത്തതാ, അത് മനസ്സിലായില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഓ അങ്ങനെ, ഞാനത് മറന്നു പോയി കേട്ടോ. അച്ഛനാരാ അമ്മ ആരാന്നൊക്കെ അറിയാത്ത ഒരാളാണല്ലോ കക്ഷി അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പാവ ഹരി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പം സേതുവിന് രക്തം തിളച്ചു വരുന്നുണ്ട്. സേതു എഴുന്നേക്കാൻ നോക്കിയപ്പോൾ പല്ലവി അവിടെ പിടിച്ചിരുത്തോ, എഴുന്നേക്കരുതെന്നും പറഞ്ഞു. പിന്നെ ഇങ്ങനെ വീടും വീട്ടുകാരൊക്കെ ഉണ്ടാകുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് ഋതുക ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ്. ദേവി ചേച്ചിക്ക് ഇതൊക്കെ കേട്ട് വിഷമമായി. വീടും വീട്ടുകാരില്ലെങ്കിൽ എന്താ, എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാളെയാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് അച്ചു അന്നേരം ഋതികയോട് പറഞ്ഞു. അപ്പോഴും ഹരി ആകെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുക. ഒരാളിൻ്റെ സ്വഭാവം അതാണ് പ്രധാനം, അല്ലാതെ ബന്ധുബലമൊന്നും അല്ലെന്ന് അച്ചു പറയുക. അയ്യോ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, ദേഷ്യപ്പെടണ്ടോ എന്ന് ഋതിക അച്ചുവിനോട് പറയുക. അച്ചുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ടിവറ്റകളുടെ അഹങ്കാരം കണ്ടിട്ട്. പെണ്ണിനതങ്ങ് കൊണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഋതികയും സ്വാതിയും കൂടെ അച്ചുവിനെ പരിഹസിക്കല്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഹരി ഓട്ടോയായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ അച്ചു ആരതിയും ആയിട്ടങ്ങ് വന്നു. ആരതി തട്ടുമായിട്ട് വന്ന് ഈ ഓട്ടോ ആരതി ഒഴിഞ്ഞ് ഹരിയെ ജോലിക്ക് പറഞ്ഞു വിടും. ഇതെല്ലാം അകത്ത് നിന്ന് ആ കുരുട്ടടയ്ക്കാം ഞാൻ സ്വാതി കാണുന്നുണ്ട്. അപ്പോൾ ലൈസൻസൊക്കെ ഉണ്ട്, എന്നാലും പ്രാക്ടീസ് കുറവാണ്. റോഡിലെ
സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം അച്ചുവിന് ലൈസൻസ് ഇല്ലേന്ന് ചോദിച്ചു. എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഞാൻ വണ്ടി ഓടിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഹരി എനിക്ക് ആ പേടിയൊക്കെ ഒന്ന് മാറ്റി തന്നാൽ മതിയെന്ന് അച്ചു പറയുമ്പം നോക്കാം എന്ന് ഹരി പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ഓട്ടം പോവോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് നമ്മുടെ ഹരി ചോദിച്ചു. എന്നാൽ ആദ്യത്തെ ഓട്ടം എൻ്റെ തന്നെ ആയിക്കോട്ടെ, ഞാൻ കോളേജിലേക്കാണെന്ന് പറഞ്ഞു പല്ലവി നിൽക്കുമ്പോൾ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു അങ്ങ് വന്നപ്പോൾ എടാ ഹരി എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. എന്താ സേതു ഏട്ടാ എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. അപ്പോൾ നിന്റെ ഇന്നത്തെ ആദ്യത്തെ ഓട്ടം അല്ലേന്ന് ചോദിച്ചു. അനുഗ്രഹിക്കണം, അതിന് നീ ആദ്യമായിട്ടല്ലല്ലോ ഓട്ടോ ഓടിക്കുന്നേ. അല്ല എന്നാ ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഇപ്പം ഒരു കുടുംബമൊക്കെ ഇല്ലേ എന്ന് ഹരി ചോദിക്കുക. ഓ ആ ബോധമൊക്കെ എന്നും ഉണ്ടായാൽ മതി, രക്ഷപ്പെട്ടോളും എന്ന് നമ്മുടെ സേതു പറഞ്ഞു. അല്ലെങ്കിൽ രക്ഷപ്പെടും, ഞാനാ കണക്കൊക്കെ നോക്കാൻ പോകുന്നേ എന്ന് അച്ചു പറയുക. വൈകിട്ട് വന്നാലേ കാശ് മുഴുവനും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, അതാ കരാറെന്നും പറഞ്ഞ് അച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് നല്ലതാണെന്ന് പല്ലവിയും പറഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ, സേതുട്ടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങോട്ട് പോയി, അവരങ്ങോട്ടും പോയി. ആ സമയത്ത് ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാട്ടോ എന്ന് അച്ചു പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ ഹരി പോകുന്നത്. അപ്പോൾ സേതുവേട്ടനും വരണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് സേതു അവിടുന്ന് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ ഭയങ്കരത്തിലിങ്ങ് നിൽക്കുക. രണ്ട് മക്കളും അപ്പുറം ഇപ്പുറം നിന്ന് രണ്ട് ചെവിയും കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് അമ്മ നിൽക്കുന്നത്. അതായത് അച്ചു കയറി വരുമ്പോൾ അച്ചുവിൻ്റെ തല പറിക്കാൻ വേണ്ടി നിൽക്കണത് ആ മൂന്നെണ്ണങ്ങളും കൂടി. അച്ചു നല്ല സന്തോഷത്തോടെ അരത്തട്ടുമായിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ ഇവറ്റകളെല്ലാം കൂടി നിൽക്കുന്നത് കാണുന്നു. അച്ചുവിൻ്റെ മുഖത്തേക്ക് പൂർണ്ണിമ ഇങ്ങനെ നോക്കുക. ആ സമയം പൂർണ്ണിമയുടെ നോട്ടവും നിപ്പൊക്കെ കണ്ടപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് നമ്മുടെ അച്ചുവിന് മനസ്സിലായി. ഋതികയും സ്വാതിയും കൂടി അപ്പുറവും ഇപ്പുറവും നിന്ന് അമ്മയെ കണ്ണും കൈയും കാണിക്കുക. ഞങ്ങൾ ഈ വീട് മാറി താമസിക്കേണ്ടി വരുമോ എന്ന് ഋതിക ചോദിച്ചപ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വില കൂടിയ കാറുകൾ മാത്രം കിടന്നിരുന്ന മുറ്റമായിരുന്നു ഈ പൊന്നുമടത്തിൻ്റേത്. അവിടെയാ ഇന്നൊരു ഓട്ടോ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ശ്രീഹരിയുടെ ഓട്ടോയാണെന്ന് അച്ചു പറഞ്ഞു. ഏതവൻ്റെ ഓട്ടോയാണെങ്കിലും നാളെ മുതൽ ഇതിവിടെ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഋതിക പറയുക. ദേ കണ്ണിൽ കണ്ടവന്മാരുടെ ഒന്നും ഓട്ടോ പാർക്ക് ചെയ്യാനുള്ള ഓട്ടോ സ്റ്റാൻഡ് ഒന്നും അല്ലേ വീടെന്ന് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവാ ശ്രീഹരി. ശ്രീഹരി ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഓട്ടോ ഇവിടെ തന്നെ പാർക്ക് ചെയ്യും എന്ന് അച്ചു ഇവളുമാരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ നോക്കുക കേട്ടോ. അച്ചു ഇത്രയും പറയുന്നത് അവളുമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊന്നും മടത്തിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്, അതെന്താ നീ ഓർക്കാത്തതെന്ന് ഋതുക ചോദിച്ചപ്പം ഒരു ഓട്ടോ വന്നാൽ തകരുന്നതാണോ പൊന്നുമടത്തിൻ്റെ അഭിമാനം എന്ന് അച്ചു അന്നേരം ചോദിച്ചു. നേരെ അച്ചു വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആണോ അമ്മേ, അങ്ങനെയാണോ അമ്മ കണ്ടിരിക്കുന്നത്? അതാണോ അമ്മയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, മിണ്ടാട്ട് മുട്ടി ഇങ്ങനെ ഇരിക്കാം. പണ്ട് സ്ട്രീറ്റിലിട്ട് തുണി വിറ്റിട്ടുണ്ട് അച്ഛൻ. അവിടുന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പടിപടിയായിട്ടാണ് അച്ഛൻ ഈ നിലയിലേക്ക് എത്തിയത്. എന്താ അല്ലെന്ന് തോന്നുന്നുണ്ടോ? വലിയ ബംഗ്ലാവും കാറും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി. വന്ന വഴി മറക്കരുത് ആരും എന്നൊക്കെ അച്ചു പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. നാളെ മുതൽ ആ ഓട്ടോ ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞു വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് അച്ചു അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് വല്ലാത്തൊരിത്, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടായത്, ഇവിടെ ഓട്ടോ ഞാൻ പാർക്ക് ചെയ്യുമെന്ന് പറയുമ്പം കണക്ക് പറയുകയാണല്ലേ. എന്നാൽ എൻ്റെ ചെലവിൽ ഇവിടെ കഴിയണ്ട നീയൊന്നുമെന്ന് അച്ചുവിനോട് ഋതുക പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ചു ഇങ്ങനെ ഞെട്ടിയിട്ടോ. ഇവിടുത്തെ അടുക്കള നടന്നു പോകുന്നത് ടെക്സ്റ്റൈൽസിലെ വരുമാനം കൊണ്ടാണല്ലോ. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു വലിയ ഡയലോഗ്. നിന്റെ ഓട്ടോക്കാരനും ഈ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കണമെങ്കിൽ സ്വന്തം ചെലവിലായാൽ മതിയെന്നൊക്കെ ഋതുക ഇങ്ങനെ പറയുക. എൻ്റെ വിയർപ്പിൻ്റെ ഓഹരി കഴിക്കാൻ നീ നിൽക്കണ്ടെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്വാതി നിന്ന് ചിരിക്കുക. അപ്പം ഋതു ഭക്ഷണത്തിന് കണക്ക് പറയുന്നുവെന്ന് പൂർണിമ ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞതോ അമ്മേ, സ്ഥലത്തിനും വീടിനും കണക്ക് പറയാമെങ്കിൽ ഭക്ഷണത്തിനും കണക്ക് പറയാമെന്ന് സ്വാതി അന്നേരം അത് അമ്മയ്ക്ക് തിരുത്തി കൊടുക്കുക. അച്ചു അന്നേരം ഒന്നും മിണ്ടിയില്ല കേട്ടോ. അച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ തൃപ്തിയായില്ലേ നിനക്കെന്ന് പൂർണിമ അച്ചുവിനോട് ചോദിച്ചു. വളരെ സമാധാനത്തോടെയാ ഈ വീട് കഴിഞ്ഞിരുന്നതെന്നും നിന്റെ കല്യാണത്തോടെ അത് പോയി കിട്ടിയെന്ന് പറഞ്ഞപ്പം തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അമ്മേ. അപ്പോഴോ ആദ്യം ചെലവിന് കൊടുക്ക്, എന്നിട്ട് അഹങ്കാരം എന്ന് ഋതുക വലിയ ആള് കളിക്കുമ്പോൾ സംശയം തടി ചെലവിന് തരും. ടെക്സ്റ്റൈൽസിലെ പണം മോഷ്ടിച്ചേ നിനക്ക് ശീലമുള്ളൂ. ഞാനും എൻ്റെ ഭർത്താവും അങ്ങനെയല്ല. നീ അത് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അച്ചു നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളിയെന്ന് തന്നെ വിളിച്ചു. അങ്ങനെ ടെക്സ്റ്റൈൽസ് കുളം തോണ്ടിയവർക്ക് നല്ല മറുപടിയും കൊടുത്തിട്ട് നമ്മുടെ അച്ചു ഒരു പോക്കങ്ങ് പോയി. അത് അവൾക്ക് ശരിക്കും അങ്ങ് കൊണ്ടു ഋതുകയെന്ന് പറയുന്നവൾക്ക്. ഈ സമയത്ത് പൂർണ്ണിമ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. കേട്ടില്ലേ അമ്മ അവള് പറഞ്ഞത്? സമാധാനമായില്ലേ അമ്മയ്ക്ക് എന്ന് ചോദിച്ച് ഋതുകയും അവിടെ നിന്ന് തുള്ളു കേട്ടോ. എല്ലാം എൻ്റെ തെറ്റാണെന്നും ഞാനത് തിരിച്ചറിയുന്നുണ്ടെന്നും പൂർണിമ പറയൂ കേട്ടോ. അതും പറഞ്ഞ് പൂർണ്ണിമ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും ഋതികയും സ്വാതിയും കൂടെ വാല് പോലെ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയുടെ ഓട്ടോയിൽ പല്ലവി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്ന ഈ സമയത്ത്
ഓട്ടോയുടെ കാര്യവും അതുപോലെ ഇവരുടെ ജീവിത രീതിയെ പറ്റിയൊക്കെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പം എൻ്റേത് അച്ചു ഇതിനെ സംബന്ധിച്ച് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണെന്നും പിന്നെ പൊന്നുമടത്തിലെ മൂത്ത മകളെ കെട്ടിയ ആള് ഓട്ടോ ഓടിക്കുകയാണെന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും കുറച്ചിൽ തന്നെയാണെന്ന് ഹരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതാണ് ഹരിയുടെ കുഴപ്പം. ഒരു ജോലിയും മോശമല്ല ഹരി. ഹരി എന്തിനാ അതിനെ അങ്ങനെ കാണുന്നത്? അധ്വാനിച്ച് ജീവിക്കുന്നതിനേക്കാളും വലിയ അന്തസ്സ് വേറെന്താ ഉള്ളതെന്നൊക്കെ പല്ലവി ഇങ്ങനെ ചോദിക്കാട്ടോ. നീ തൽക്കാലം ഓട്ടോ ഓടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. സേതുവേട്ടൻ്റെ സ്ഥാപനത്തിൽ എപ്പോഴും വർക്കുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറയുക. നിനക്കറിയാലോ, വലിയ വലിയ ബിരുദങ്ങളൊക്കെ നേടിയവര് ഇന്ന് ഒരു ജോലിയില്ലാതെ നടക്കുന്നു. പിന്നെ അങ്ങനെ ജോലി കിട്ടിയവർ പോലും അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്ന കാലം ഇത്. അങ്ങനെ ഒരു സമയത്ത് നീ ഇങ്ങനെ പറയുന്നത്? സ്റ്റാർട്ടപ്പുകളുടെ കാര്യം, നീ മീൻ കച്ചവടം, ചായക്കട, വീട് നിർമ്മാണം എന്ന് വേണ്ട സകല മേഖലകളിലും അവരെല്ലാവരും ഉണ്ട്. ശരിയല്ലേ? ജോലിയല്ല, അതിൽ നിന്നുണ്ടാക്കുന്ന പണം, അതാണ് പ്രധാനമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ പല്ലവി ഉപദേശിച്ചു കൊടുക്കുക. അവളെ നന്നായി നോക്കിയാൽ മതി നീ, വേറൊന്നും സേതുവേട്ടന് വേണ്ട, എനിക്കും വേണ്ട എന്ന് പറയും. അത് കേട്ടപ്പോൾ അതെനിക്ക് പറ്റുമെന്ന് അറിയില്ല ചേച്ചി എന്ന് ഹരി പറയുക. ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എന്തോ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ ഞാനത് പറയുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി ചോദിച്ചു കേട്ടോ. ആ സമയത്ത് പല്ലവിക്ക് വിഷമമായി. ചേച്ചി ആയതുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. മറ്റാരോടും ചേച്ചി ഇതൊന്നും പറയല്ലേ ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഹരി എല്ലാം പറയുക. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞപ്പോൾ ഹരി നീ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താ അച്ചു അങ്ങനെ വല്ലതും പറഞ്ഞു? അച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം എൻ്റെ കുഴപ്പം, എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ചെല്ലാൻ തോന്നുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോൾ ശരി, ഈ നാടകം അധികകാലം നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, ഞാനായിട്ട് ആരോടും പറയാനൊന്നും പോകുന്നില്ല കേട്ടല്ലോ. വേറെ ഏതെങ്കിലും വഴിയിലൂടെ സേതുവേട്ടൻ ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാലോ നിനക്ക്, അത് നീ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ സങ്കടത്തിലാണ് സേതുവേട്ടൻ. ഇനി ഇതുകൂടി കേട്ടാലേ പൂർത്തിയായി. ആ മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിനെ നേരെയാക്കി എടുക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഹരിയെ ഉപദേശിക്കുകയാണ് പല്ലവി. അങ്ങനെ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞു പോകുന്നു. ഇത് കഴിഞ്ഞ് പൊന്നുമടത്തിൽ പിന്നെ കാണിക്കുന്നത് പൂർണ്ണിമ നടന്നു വരുമ്പോൾ സ്വാതി പറന്നു വരിക. അമ്മേ അമ്മേ എന്നും വിളിച്ച ഋതു ചേച്ചി ദേ ഭാഗമൊക്കെ ആയിട്ട് ഇറങ്ങി. ചോദിച്ചപ്പോൾ പറയുക ഇനി ഇവിടെ താമസിക്കില്ല എന്ന്. അവൾ പിന്നെ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചപ്പോഴേക്കും ബാഗുമായിട്ട് കക്ഷി താഴെ വന്നു. അപ്പോൾ ദാ എന്നും പറഞ്ഞ് കാട്ടിയും കൊടുത്തു. അപ്പോഴേക്കും അമ്മ മോക്കയുടെ അരികിലേക്ക് ചെന്നു കേട്ടോ. ഒരാൾ കഴിഞ്ഞപ്പോൾ അടുത്തയാള് എന്താ ഋതുക ഇത്, നിനക്ക് എന്താ ഇത്, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു. എന്തിനീ ഭാഗമൊക്കെ ആയിട്ട് നീ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഹോസ്റ്റലിലേക്ക് താമസം മാറുവാണെന്നും ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും ഋതു. കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ? വീടിന് മുന്നിൽ ഓട്ടോ കിടക്കുന്നിടത്ത് താമസിക്കുന്നത് എനിക്ക് അപമാനമാണെന്ന് ഋതുക പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക അമ്മ. അറിയാലോ അമ്മയ്ക്ക്, ഓഫീസിൽ മാത്രമല്ല ഇവിടെയും വരാറുണ്ട് നമ്മുടെ ക്ലയൻസൊക്കെ. അവർ വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ ഓട്ടോ കിടന്നാൽ ഞാൻ എന്ത് മറുപടി അവരോട് പറയും എന്ന് ചോദിച്ചു. അപ്പോൾ പൂർണ്ണിമ ഇതൊക്കെ കേൾക്കുക. എൻ്റെ ചേച്ചി ഓട്ടോക്കാരനെ കെട്ടിയ കഥ വരുന്നവരോടും പോകുന്നവരോടൊക്കെ വിസ്തരിക്കരി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞത്. ചേച്ചി പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ് അമ്മേ. പിന്നെ നാണക്കേട് തന്നെ ആ ഓട്ടോ ഇവിടെ കിടക്കുന്ന പണത്തിൻ്റെ കൊഴുപ്പിൽ ഭയങ്കര അഹങ്കാരമാണ് രണ്ടവളുമാരും കൂടി. അമ്മേ, ഒരു വാശി പോലെയാണ് അവരിതിനെ കാണുന്നത്. വേറെ എത്രയോ ജോലികളും കാര്യങ്ങളും ഉണ്ട്, ഓട്ടോ തന്നെ ഓടിക്കണമെന്ന് എന്താ അത്ര നിർബന്ധമെന്നൊക്കെ ഋതുക ചോദിക്കാം. നമ്മളെ നാണം കെടുത്തണം, അതാണ് രണ്ടിൻ്റെയും മനസ്സിൽ. ഒരു തൊഴിലും മോശമല്ല ഋതു എന്ന് പൂർണ്ണിമ അന്നേരം പറഞ്ഞു. അമ്മയുടെ ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അമ്മയ്ക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാ ഈ അഹങ്കാരം മുഴുവനും അവർ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഋതുക പറയുക. ചേച്ചി ഇറങ്ങിയാൽ വൈകാതെ ഞാനും ഇറങ്ങും. ഇവിടെ താമസിക്കുന്നതിലും ഭേദം കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ആരും ഇപ്പം എങ്ങോട്ടും പോകണ്ട. ആ ഓട്ടോ ഇനി മുതൽ ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യില്ല എന്ന് പൂർണ്ണിമ അങ്ങ് പറഞ്ഞു. അപ്പോൾ അവളുമാർക്ക് സന്തോഷമായി. എന്ന് വാഗൊണ്ട് മാത്രം പറഞ്ഞാൽ പോരമ്മ, ചെയ്ത് കാണിക്കുക വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പൊന്നുമടത്തിലെ മാതാമേനോൻ്റെ ഭാര്യ ഞാൻ വെറും വാക്കു പറയാറില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മ. പൊന്നുമടത്തിൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുന്നതൊന്നും ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കാറുമില്ല. നീ ബാഗ് അകത്തുകൊണ്ട് വെക്കുക. അപ്പോൾ ഇതേ അവളുമാർ ഉദ്ദേശിച്ചുള്ളൂ, അത് അവളുമാർ നേടിയെടുക്കുകയും ചെയ്തു. എനിക്കറിയാം എന്ത് വേണമെന്ന്. അപ്പോഴേക്കും അതും പറഞ്ഞ് അമ്മ അങ്ങ് പോയപ്പോൾ അമ്മയൊന്ന് പേടിപ്പിച്ചതാ. ഏറ്റു, കൊള്ളാം, ഇനി അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് ഋതുക. എനിക്കത് അപ്പോഴും മനസ്സിലായെന്ന് പറഞ്ഞ് സ്വാതി. രണ്ടവളുമാരും കൂടെ ദൈവങ്ങളെ പോലും മറന്ന് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ.
ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പൂർണിമ ടെക്സ്റ്റൈൽസ്. അവിടേക്ക് ഇതേ നമ്മുടെ കള്ളിയായ ഋതിക വന്നേക്കുക. അപ്പോൾ ഋതിക അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതിക അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് അവിടെ ആ കാര്യം പറഞ്ഞു വിടരുതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുക, ഡോർ അടയ്ക്കാനൊക്കെ പറഞ്ഞ് ആ പുള്ളീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ കസേരയിൽ ഇരുന്നു. തൊട്ടടുത്ത നിമിഷം അടുത്ത ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ 2 പേര് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പം ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് അവർ ഋതികയുടെ അടുത്തേക്ക് വരിക. കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾക്ക് സമയം തരണം എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടന്മാർ പറയുക കേട്ടോ. അതാണ് കീഴ്വഴക്കം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതുക അഹങ്കരിച്ചിരിക്കുക. മേനോൻ സാർ അടക്കം എല്ലാവരും അത് തന്നെയാണ് പാലിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ നിങ്ങളോട് സംസാരിക്കാൻ എന്ന ഋതുകയുടെ അഹങ്കാരം. ട്രേഡ് യൂണിയൻ നേതാക്കൾ ഗുണ്ടായിസം കാണിച്ചാൽ അതെങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ശമ്പള വർധവനെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ഗുണ്ടായിസം കാണിക്കാനല്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി വരുന്നത് എന്താ ഗുണ്ടായിസം അല്ലാതെ വേറെ എന്താണ് മിസ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ വഴക്കിനല്ല ഞങ്ങൾ വന്നത്, ന്യായമായ പല ആവശ്യങ്ങളും ഞങ്ങൾക്ക് പറയാനുണ്ടെന്നൊക്കെ ആ ചേട്ടന്മാർ പറഞ്ഞു. അവരുടെ മുന്നിൽ ഋതുക വലിയ ആൾ കളിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന തുകയൊന്നും തരാൻ പറ്റത്തില്ലെന്ന് അവരോട് പറയുന്നത്. അപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി വന്നത്, ഞങ്ങൾ കാരണമാണോ എന്ന് ആ ചേട്ടന്മാർ ചോദിച്ചു. അത് നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ഋതിക അവരോട് പറയാം. മേഡം കുറച്ച് മാന്യമായി സംസാരിക്കാൻ പറഞ്ഞപ്പം നിങ്ങളൊന്നും തൃപ്തിപ്പെടുത്തി സംസാരിക്കേണ്ട ബാധ്യത എനിക്കില്ലെങ്കിലോ ഇറങ്ങി പോകാൻ നോക്കുന്നു പറഞ്ഞായി ഋതിക. ഒരു ചർച്ചയ്ക്ക് പറ്റിയ മൂഡിലല്ല ഞാനെന്ന് പറഞ്ഞപ്പം ശരി ആയിക്കോട്ടെ, മൂഡ് ശരിയാകുമ്പോൾ വിളിക്കാം, അതിനു മുൻപ് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരങ്ങ് പോയി. മുതലാളി എന്ന് മുതലാളി കളിച്ച് കയറി ഇരിക്കത്തേ ഉള്ളൂ, തൊഴിലാളി വർഗം എന്നും തൊഴിലാളി വർഗം തന്നെയാണ്, അത് നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞു. പിന്നെ വർഗബോധമുള്ള തൊഴിലാളികൾ തോളോട് ചേർന്ന് നിന്നാലേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ ആ ചേട്ടന്മാർ അവിടെ നിന്ന് പോയി. ആ സമയത്ത് നമ്മുടെ കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു, പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക്. ഇവരുടെ അഹങ്കാരം കണ്ടും കേട്ടും അദ്ദേഹം തല പെരുത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ എന്താ ഋതു ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ വരുന്നവന്മാരും പോകുന്നവന്മാരും പറയുന്നത് പോലെ ഒന്നും ഈ സ്ഥാപനം നടത്താൻ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കിട്ടില്ല എന്ന് ഋതുക കുറുപ്പമ്മാവനോട് പറയുക. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവരങ്ങ് ചെയ്യട്ടെ എന്നും പറഞ്ഞു കേട്ടോ. ഒരുത്തൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഋതുക ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.